ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മിനിയണ്ണയാണ് നമ്മൾ ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. മിനിയണ്ണ് ചെയ്യാനായിട്ട് മിനിയൻ്റെ രണ്ട് കണ്ണ് വരയ്ക്കണം. രണ്ട് കണ്ണ് വരയ്ക്കാനായിട്ട് ഒരു 5 രൂപ കോയിൻ എടുത്ത് രണ്ട് കണ്ണ് വരയ്ക്കുവാണ്. അതിന് മുമ്പായിട്ട് ഈ ഒരു ബോട്ടിൽ ഈ ഒരു പരുവം ആക്കിയെടുത്ത് എങ്ങനെയാണെന്നറിയോ, വെള്ളയടിച്ച് നല്ല പണിയുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിലായിട്ട്. അപ്പോൾ നല്ല സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്താണ് ഈ ഒരു ബോട്ടിൽ കളർ ചെയ്തെടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് വേറൊരു ബോട്ടിലിൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു ബോട്ടിൽ ചെയ്തപ്പോൾ തന്നെ 2-3 ലെയർ കൊടുത്തു ഇത്തയിൽ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ 2-3 ലെയർ കോട്ടടിച്ചിട്ടാണ് ആ ഒരു ഫിനിഷിങ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു ലെയർ അടിച്ചതിന് ശേഷം നമ്മൾ റൂം ടെമ്പറേച്ചർ വെച്ചത് കുറേ നേരം വെച്ച് ഉണങ്ങണം. വെയിലത്ത് വെച്ച് ഉണങ്ങാൻ പാടില്ല. പിന്നെ അടുത്ത ലെയർ കൊടുക്കുമ്പോൾ അതങ്ങ് പൊളിഞ്ഞു വരും കേട്ടോ, ഫസ്റ്റ് ലെയർ. അതുകൊണ്ട് വെയിലത്ത് വെച്ച് ഒരിക്കലും ഉണങ്ങാൻ പാടില്ല. നല്ല ടൈം എടുത്ത് പുറത്ത് വെച്ച് തന്നെ വേണം അത് ഉണങ്ങാനായിട്ട്. അപ്പോൾ മിനിയൻ്റെ കണ്ണ് നമ്മൾ വരയ്ക്കുകയാണ്. ബാക്കി അറ്റകുറ്റപ്പണികളെല്ലാം പെൻസിൽ വെച്ച് നമ്മൾ വരച്ചെടുക്കുവാണ്. നല്ല രസമാണ് കേട്ടോ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സമയമില്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള എല്ലാ ബോട്ടിലും പെയിൻ്റ് അടിച്ച് വെച്ചാൽ അത്രയും രസമുള്ള പരിപാടിയാണിത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി ബോട്ടിൽ ആർട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു ഫിനിഷിങ്ങിൽ എനിക്ക് ഔട്ട് വരാൻ തുടങ്ങിയത് കേട്ടോ. കാരണം പണ്ടൊക്കെ ഈ ബ്രഷിൻ്റെ സ്ട്രോക്കൊക്കെ വരുമായിരുന്നു ഈ ബോട്ടിലിൽ വരയ്ക്കുമ്പോഴത്തേക്ക്. അത് ഭയങ്കര വൃത്തികേടായിരുന്നു. പക്ഷേ ഈ ഒരു ഫിനിഷിങ്ങിൽ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴാണ്. കുറേ നാൾ ചെയ്ത് ഫസ്റ്റൊക്കെ ഞാൻ ചെയ്ത ബോട്ടിൽ ആർട്ട് കുറേ അടാറ് ഫ്ലോപ്പായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും പുറമേ നോക്കുമ്പോൾ ഭംഗിയുണ്ട്. പക്ഷെ നമുക്കറിയാം അതിൻ്റെ പോരായ്മകളൊക്കെ. പിന്നെ മിനിയൻ്റെ താഴെയുള്ളൊരു ബെൽറ്റ് പോലത്തെ ഒരു സാധനമാണ് ബ്ലൂ കളർ അടിക്കേണ്ടത്. അതേ ഒരു പേപ്പർ വെച്ചിട്ട് ആ പേപ്പറിൻ്റെ സൈഡിൽ കൂടെ ഇത് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ കുപ്പിയുടെ മുകളിൽ സ്ട്രെയിറ്റ് ലൈനൊക്കെ ഇടാൻ കുറച്ച് മല്ലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ നമ്മൾ മിനിയനെ വരയ്ക്കാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ടല്ലേ മിനിയനെ കാണാനായിട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു ഫ്ലൂറസൻറ്റ് മഞ്ഞ കളറാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. താഴെ ബ്ലൂ കളറും മുകളിൽ മഞ്ഞ കളറും ആണല്ലോ. അപ്പോൾ ഈ മഞ്ഞ കളറ് ബ്രഷ് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ 3 ലെയർ വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ. അതിന് മുകളിൽ ബ്രഷ് വെച്ച് വരയ്ക്കുമ്പോൾ നല്ല ഫിനിഷിങ് വരുന്നുണ്ട്. ബ്രഷ് സ്ട്രോക്കൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് മഞ്ഞ കളറും കൂടി ആയതുകൊണ്ട് കുറച്ച് പോരായ്മകൾ വന്നാലും എടുത്ത് അറിയാൻ പറ്റത്തില്ല. പക്ഷേ വേറെ കളേഴ്സ് അടിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ എനിവേ ഇത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ആ ഒരു സൈഡിൽ കൂടെ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും അത് പുറത്തേക്ക് ഇറങ്ങി അത് മെസ്സാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ചടിക്കണം. നമ്മളൊരു മ്യൂസിക്കൊക്കെ വെച്ചിട്ട് നമ്മളിരുന്ന് പെയിൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഫീലാണ്. കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. എത്ര സമയം വേണേലും അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു ബോട്ടിലായിട്ട് വന്നിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ വാഷ് ബേസിൻ്റെ അവിടെയും അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വയ്ക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ത് ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണെന്ന്. അപ്പോൾ പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ ആ കുപ്പിയുടെ വായ്ഭാഗത്തേക്ക് അടിക്കുന്നില്ല. അതങ്ങനെ സ്കിപ്പ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. എന്നിട്ട് ഫൈനൽ എല്ലാം തീർന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഈ മിനിയൻ്റെ കണ്ണിൻ്റെ അവിടെയൊക്കെ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ അടിക്കാനായിട്ട്. എനിവേ നല്ല രസമുള്ള പരിപാടിയാണ്. ഞാൻ എൻ്റെ കാലിന് ആക്സിഡൻറ്റ് പറ്റിയിരുന്ന സമയത്താണ് ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുന്നത്. ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല എന്നത് മാത്രമല്ല, കാരണം ആ സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കുറച്ചുകൂടെ എനിക്ക് അങ്ങനെ എൻ്റെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തു. ആ ഒരു ടൈമിൽ ഡിഫിക്കൽട്ടീസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ബോട്ടിലായിട്ട് ചെയ്യുമ്പോഴൊക്കെ. ഈവൻ +2ൻ്റെ ടൈമിലാണേലും അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിൽ 10th കഴിയുമ്പോഴൊക്കെ ആണേലും എൻ്റെ ടൈം ഫുള്ള് എനിക്ക് TV കാണുന്നതിനെക്കാട്ടും ഇഷ്ടം വരയ്ക്കാനായിരുന്നു. TV വെച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ടിരുന്ന് ഞാൻ വരയ്ക്കുമായിരുന്നു കേട്ടോ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ അംഗവും കാണാം അങ്ങനെ ഉള്ള പരിപാടിയാണ്. കാരണം നമ്മുടെ മഞ്ഞ കളർ അടിച്ചു കഴിഞ്ഞു കേട്ടോ. പക്ഷേ ബ്ലൂ കളർ അടിക്കുമ്പോഴത്തേക്കും കണ്ടോ ബ്രഷ് സ്ട്രോക്ക് വരുന്നുണ്ട്. കാരണം അതൊരു കുറച്ച് എടുത്ത് നിൽക്കുന്ന കളറാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളറ് കുറച്ചൊന്ന് അടിച്ചു കൊടുത്തിട്ട് സ്പോഞ്ച് വെച്ചിട്ട് അതിങ്ങനെ ഡാബ് ചെയ്യാൻ നോക്കി. അപ്പോൾ അത് നല്ല ഫിനിഷിങ് വരും കേട്ടോ, നമുക്ക് കാണാം. അപ്പോൾ ആ ലൈൻ വരുന്ന ഭാഗമില്ലേ, ആ മഞ്ഞയും ബ്ലൂ കളറും കൂടെ ചേരുന്നത്, അവിടെ മാത്രം ഞാനിങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഫിനിഷിങ് വളരെ ശ്രദ്ധിച്ച് ഡ്രോ ചെയ്ത് കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം കുറച്ച് മെസ്സായിട്ടാണ് കൊടുക്കുന്നത്. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോഞ്ച് വെച്ചിട്ട് അത് ഡാബ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ മേശയിലൊന്നും പറ്റാതെ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഈ ഒരു താഴ്ഭാഗത്തൊക്കെ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതാകുമ്പോൾ നല്ല ഫിനിഷിങ് വരും, നല്ലൊരു വൃത്തിക്ക് വരും. കണ്ടോ, നല്ല ഫിനിഷിങ് വരുന്നുണ്ട്.
പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് മുകളിൽ ഒരു ലെയറും കൂടെ ബ്ലൂ കളർ കൊടുക്കേണ്ടി വരും കേട്ടോ. കാരണം അടിയിലുള്ള വെള്ള കുറച്ച് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. സോ നമ്മൾ ഒരു ലെയറും കൂടെ ബ്ലൂ കളർ കൊടുക്കേണ്ടി വരും. കാരണം മഞ്ഞ പോലെ അല്ല ബ്ലൂ കളർ, അതൊരു ഡിഫറെൻറ്റ് വല്ലാത്തൊരു കളറാണല്ലോ. മഞ്ഞയും വെള്ളയും പിന്നെ കുറച്ച് മാച്ചിങ് ഉണ്ട്, അതുകൊണ്ട് അത് ചേർന്ന് പോകുന്നുണ്ട്. പക്ഷേ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ അത് കുറച്ച് വേറിട്ട് നിൽക്കും, അത് ഷുവറാണ്. നമ്മൾ കുറച്ച് ക്ഷമയോടെ ചെയ്യുകയാണെങ്കിൽ ഈ ബോട്ടിലായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഫിനിഷിങ് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസൊക്കെ നമുക്ക് വേണം. കുറച്ച് മാർക്കർ പെൻസും അതുപോലെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വേണം. കൊച്ചിയിലൊക്കെ ഒരു നല്ലൊരു ഷോപ്പുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ കിട്ടുന്ന. ഞാൻ പോയിട്ടില്ല, പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ആർട്ട് ചെയ്യുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിവേ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. എനിക്ക് പക്ഷേ കുറേ സാധനങ്ങൾ ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ആർട്ട് ചെയ്യാനുള്ള. പക്ഷേ അതൊന്നും യൂസ് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മൾ 2 ലെയറോളം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഉണങ്ങിയതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലെയറും കൂടെ കൊടുത്തപ്പോൾ തന്നെ നല്ല തിക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മിന്നിയൻ്റെ കണ്ണൊക്കെയാണ് വരയ്ക്കാനുള്ളത്. കണ്ണൊക്കെ വരയ്ക്കാനായിട്ട് നമ്മളൊരു മാർക്കർ പെന്നാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ മാർക്കർ പെന്നാണ്. എന്നിട്ട് എൻ്റെ ആ മാർക്കർ പെന്ന് ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഷും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കർ പെന്ന് വെച്ച് ഈ ബോട്ടിൽ വരയ്ക്കുമ്പോൾ ഉള്ളൊരു ഫീൽ, ആഹാ, അത് വരയ്ക്കുന്നവർക്കറിയാം കേട്ടോ അതിൻ്റെ ഒരു ഫീല്. ശരിക്കും ഭയങ്കര രസമുള്ള പരിപാടിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണ്. മിന്നിയുടെ കണ്ണ് ഞാൻ വരയ്ക്കാനായിട്ട് കുറച്ചധികം സമയം എടുത്തു കേട്ടോ. ഞാനിതെല്ലാം ഓടിച്ചു വിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല സമയം എടുത്തു മിന്നിയുടെ കണ്ണ് വരയ്ക്കാനായിട്ട്. ഞാൻ കുറച്ച് വരച്ചിട്ട് അതിലിങ്ങനെ നോക്കും കേട്ടോ അതെങ്ങനെയുണ്ട്. അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് എൻ്റെ തെറ്റിയും പോവും. അപ്പം ഞാൻ അതനുസരിച്ച് കണ്ണിൻ്റെ വലുപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വരയ്ക്കും. ചിലപ്പം കുറച്ച് കൂടുതലാവാം, ചിലപ്പം കുറവാകാം, അങ്ങനെ. അപ്പോൾ എനിവേ ഇതേ മോൺമാർട്ടിൻ്റെ പെയിൻ്റാണ് കേട്ടോ, അക്രിലിക് കളറാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ക്വാളിറ്റിയുള്ള ഒരു കളറാണ് ഇത്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റോടെ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രഷാണ്. അത്യാവശ്യം പ്രോ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കെല്ലാം യൂസ് ചെയ്യാവുന്ന നല്ലൊരു ബ്രഷാണ്. അങ്ങനെ അപ്പോൾ അതേ മിന്നിൻ്റെ വായും അതുപോലെ കണ്ണും എല്ലാം വരച്ച് വരുവാണ്. നല്ല ടൈം എടുക്കുന്ന. ഇപ്പോൾ മേക്കപ്പിന് പോകുമ്പോഴാണ് എനിക്ക് എൻ്റെ ആർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ഒരു ഫീൽഡിൽ. പക്ഷേ എന്നാലും ഞാനിങ്ങനെ ഒരു പേപ്പറും പേനയും എടുത്ത് വരയ്ക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ, അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ ഇങ്ങനെ കളർ അടിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാം ഹാപ്പിയാണ്, മേക്കപ്പ് ചെയ്യുമ്പോഴും ഹാപ്പിയാണ്. അതുപോലെ പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ ബ്രൈഡ്സ് ചെയ്യുമ്പോൾ ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ട്രെൻഡാണ് നമുക്ക് മേക്കപ്പിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അധികം ഫാഷൻ ഐ ഷാഡോസോ അല്ലെങ്കിൽ ഫാഷനബിളായിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മേക്കപ്പ് ഇതുണ്ടല്ലോ, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആർട്ടിൻ്റെ ആ ഒരു പരിപൂർണ്ണ രൂപവും നമുക്ക് പുറത്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിങ്ങനെ പേപ്പറും പേനയും അല്ലെങ്കിൽ ബോട്ടിലൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഇത് മിനിയും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനൊരു ബെൽറ്റും കൂടെ വരച്ച് കൊടുക്കാണ്ട് ഒരു ചാര കളർ ബെൽറ്റും കൂടെ ഗ്രേ കളർ നമ്മൾ അടിച്ചു കൊടുക്കുവാണ്. ഈ ബെൽറ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം, എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അതേ വായ്ഭാഗത്ത് ആ ഒരു ബ്ലാക്ക് കളറാട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് ആ ഒരു കളേഴ്സ് എല്ലാം കാണാനായിട്ട്. അതിൻ്റെ മോൺമാർട്ടിൻ്റെ കളേഴ്സ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ബോട്ടിലാട്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളിതേ വാർണിഷ് അടിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്പ്രേ പെയിൻറ്റ് അടിക്കുന്ന പോലെ നമുക്ക് അടിച്ചാൽ മതി. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി ഇതേ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ബോട്ടിലാട്ട് റെഡി ആയി കഴിഞ്ഞു. കണ്ട് എന്തൊരു ഗ്ലോ ആണെന്ന് നോക്കേ. പിന്നെ ഇത് ഞാനീ ചെയ്യുന്ന പോലെ കയ്യിലെടുത്ത് അടിക്കാൻ പാടില്ല. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിലത്ത് വെച്ചാണ് അടിക്കാവുള്ളൂ, കയ്യിൽ പറ്റിക്കണ്ട. ഓക്കെ, കംപ്ലീറ്റ്.